ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. പതിവിലും വിപരീതമായിട്ടാണ് ഇന്ന് ലാലേട്ടനെ കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ വന്ന് നിങ്ങൾക്ക് ഈ ഗെയിം വല്ലതും മനസ്സിലായോ എന്നുള്ള ചോദ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം മുഖത്തോട് മുഖം നോക്കിയിട്ട് അപ്പം നമ്മൾ ഈ കളിക്കുന്നതൊന്നും ഗെയിം അല്ലേ എന്നുള്ളൊരു തോന്നൽ. 5 സീസൺ, ഇത് 6ാമത്തെ സീസണായി. 6ാമത്തെ സീസണിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ വന്നിട്ട് ലാലേട്ടന് ചോദിക്കേണ്ടി വരുന്നത്. മറ്റുള്ള സീസണിലൊന്നും ചോദിക്കേണ്ടി വരുന്നത് ഈ കളി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങളൊക്കെ വലിയ കളികളൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് എന്ന ഷോ എല്ലാം കണ്ടിട്ട് വന്നവരാണല്ലോ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതാണോ നിങ്ങൾ കളിക്കുന്നതാണോ ഗെയിം എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ചെയ്യുന്നതാണോ ബിഗ് ബോസ് എന്ന ഗെയിം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിങ്ങൾ സമൂഹത്തിന് ഇതിൽ നിന്ന് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ. സമൂഹത്തിന് കൊടുക്കുന്നതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ അവിടെ കളിക്കുന്ന ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും 2-3 പേർ ഒഴിച്ച് ബാക്കി ആർക്കും ഇതെന്താണ് ഗെയിം എന്ന് മനസ്സിലായിട്ടേ ഇല്ല. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ആദ്യമേ വന്ന നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ അതൊന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരും വിക്കി ഇന്നതാണെന്നൊക്കെ പറയുന്നു. ഒരു കാര്യമില്ല. എന്തായാലും എനിക്ക് ഇന്ന് ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പറയേണ്ടത് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗെയിം കൊണ്ടുവന്നു. കുറച്ച് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 0, ഹീറോ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കുറെ ബോർഡുകൾ എഴുതിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ജനങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നിങ്ങൾ കരുതുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആ ബോർഡിൽ കൊണ്ട് നിങ്ങളുടെ പേരിനെടുത്ത് വെക്കുക, അതിനുശേഷം പറയുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം, അവിടെ വന്നവരെല്ലാം ഹീറോ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ കാണിച്ചു. രതീഷ് ആണെങ്കിൽ പറയണ്ടായല്ലോ, അവിടെയും ഗെയിം കണ്ട് ഞാൻ 0 ആണെന്നുള്ള രീതിയിൽ അവിടെ ആ ബോർഡിൽ വെക്കുകയും ചെയ്തു. അവിടെയും രതീഷ് ഗെയിമാണ് കണ്ടതെന്ന് ഓർക്കണം. വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ റോക്കിയുടെ ഡയലോഗായിരുന്നു. സത്യം പറഞ്ഞാൽ റോക്കി ആദ്യം ലാലേട്ടൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, റോക്കിക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചാൽ റോക്കി വിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അപ്പോൾ ചിരിയൊക്കെ വന്നു. പക്ഷെ അതിനുശേഷം ഗബ്രി വന്നിട്ട്, ഗബ്രി ഹീറോയാണ്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട്, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ഞാൻ ഇന്ന വിഷയങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ വിഷയങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതിനെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പം റോക്കി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗബ്രി എങ്ങനെ ഹീറോയാകും? രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കുന്ന ആ വാഴയുടെ അതിലെ കൂടെ ഇങ്ങനെ പുറകെ കൂടി ഇങ്ങനെ നടന്ന് അവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഗബ്രിക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇന്ന് കറക്റ്റായിട്ട് റോക്കി പറഞ്ഞു. അവിടെ പോയിരുന്ന് എന്താ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അത് ബിഗ് ബോസും കാണുന്നുണ്ട്, നമ്മൾ പ്രേക്ഷകർ നമ്മളും കാണുന്നുണ്ട്. അതിനി എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ അവിടെ പോയിരുന്ന് അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി എങ്ങനെ ഹീറോയാകും? ലാലേട്ടന് മുന്നിൽ അങ്ങനെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ കാണുന്നതാണ്. ജാസ്മിൻ എവിടെയുണ്ടോ ഒരു വാല് പോലെ ഗബ്രി പോവും. ഇപ്പൊ ഗബ്രി എവിടെയുണ്ടോ ഒരു വാല് പോലെ ജാസ്മിൻ പോവും. ഇതിനകത്ത് വാല് ആരാന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് വാല് എന്ന് മാത്രം ഇനി കണ്ടുപിടിക്കേണ്ടതുള്ളൂ. നമ്മൾ 24/7 കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കും. നാളെ മുതൽ ഇനി ഇതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ല മാറ്റം ഉണ്ടായാലേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ 24/7 എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം, ഗബ്രി പോകുന്നിടത്ത് ജാസ്മിൻ പോവും, ജാസ്മിൻ പോകുന്നിടത്ത് ഗബ്രി പോവും. അത് എവിടെയാണെങ്കിലും. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് കഥ പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ വിചാരം വലിയ കോംബോ ഒക്കെ ആയിട്ട് ഇത് വെളിയിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിചാരം അകത്തുണ്ടെന്ന് തോന്നുന്നു, അവരുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വെളിയിൽ ഇത് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ റോക്കിയോട് ഇഷ്ടമൊക്കെ തോന്നി. റോക്കിക്ക് നെഗറ്റീവ് ഇല്ലെന്നല്ല പറയുന്നത്, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവിനെ എല്ലാം പോസിറ്റീവ് ആക്കുന്ന ഒരു ഡയലോഗാണെന്ന് ലാലേട്ടന്റെ മുന്നിൽ ഗബ്രിയെ കുറിച്ച് പറഞ്ഞത്. അതും സത്യസന്ധമായ കാര്യം. അതിനുശേഷം ലാലേട്ടൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അവിടെ ഗബ്രിയുമായിട്ട് വാക്കുതർക്കം ഉണ്ടായപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഗബ്രിയുമായിട്ട് വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടെ ഏറ്റുപിടിച്ച് സംസാരിച്ചത് ജാസ്മിനാണ്. ഞാനും ഈ വിഷയത്തിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട് ഗബ്രിയെ സംസാരിക്കാൻ വിടാതെ ജാസ്മിൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഈ ഗബ്രി ജാസ്മിനും ഇങ്ങനെ ആണെങ്കിൽ ഇവരുടെ ഗെയിം മൊത്തം ഫ്ലോപ്പ് ആവുകയും ഇവർ ഗെയിം കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കും വരും. അത് മാത്രമല്ല, ചർച്ചകൾ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല വെളിയിൽ നടക്കുന്നത് എന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ വിചാരം ഇത് വെളിയിൽ വലിയ ചർച്ചയൊക്കെ ആകുന്നുണ്ട്, ഞങ്ങൾ ഭയങ്കര കോംബോയാണ്, ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാർ ആയി എന്നുള്ളൊരു വിചാരമാണ്. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിലവിലുള്ള ആരും ഗെയിമിലേക്ക് വന്നിട്ടില്ല. ഗെയിം എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് തോന്നുന്ന പോലെ ചെയ്തിട്ട് പോകുന്നു.
എനിക്ക് തോന്നുന്നു പഴയതുപോലെയല്ല, ആർക്കും ആരോടും ഒരു കറക്റ്റായിട്ട് ഇഷ്ടം വന്നിട്ടില്ല. ബിഗ് ബോസ് കാണുന്നവർക്ക് തന്നെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും ഇതുവരെയും തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരാഴ്ച കഴിഞ്ഞുള്ളൂ, എന്നാലും നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ആണെങ്കിൽ ഇന്ന ആൾ കൊള്ളാം, അല്ലെങ്കിൽ ഈ ആൾ കുഴപ്പമില്ലെന്നൊക്കെ പറയുമായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ ഇതും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗബ്രിക്ക് റോക്കി പറഞ്ഞത് നന്നായിട്ട് കൊണ്ടുണ്ട്. അപ്പൊ ഗബ്രിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ഗബ്രി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഗബ്രി ഗെയിം മാറ്റിപ്പിടിക്കും. ഇല്ലെങ്കിൽ ഈ കോംബോ ഇങ്ങനെ പോയി ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമിനെ തന്നെ കളഞ്ഞ് ഇവർ ഔട്ടാകുന്ന ഒരു രീതിയിലേക്ക് വരും. എന്ന് വെച്ചാൽ ഈ കോംബോ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഏഷ്യാനെറ്റൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, ഓരോ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രസം. അതിൻ്റെ ഒക്കെ താഴെയുള്ള കമന്റ് വായിച്ചാൽ തന്നെ അറിയാം, ഫേക്കാണ്, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, ഞങ്ങൾ പൊട്ടന്മാരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. റോക്കിയോട് റോക്കിയുടെ പല കാര്യങ്ങളിലും നമുക്ക് എതിർപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ റോക്കിയോടൊപ്പം 100% യോജിക്കുന്നുണ്ട്. എന്തായാലും റോക്കി ഗെയിമിലേക്കൊക്കെ വന്നിട്ടുണ്ട്. റോക്കിയുടെ ഈ ഒരു ഡയലോഗിൽ ഗബ്രി ശരിക്കും ചമ്മുന്നുണ്ടായിരുന്നു. ഗബ്രിയുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. ഗബ്രി മാത്രമല്ല, ജാസ്മീനും വല്ലാതെയായി. എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഏഷ്യാനെറ്റ് തന്നെ പ്രൊമോ ഒക്കെ ഇട്ടിട്ട് ഇവരെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ നമ്മൾ പഴയ പേർലി മാണി, ശ്രീനിഷ്, അതുപോലെ റോബിൻ, ദിൽഷ, ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഏഷ്യാനെറ്റൊക്കെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഏഷ്യാനെറ്റിനോട് ഏറ്റവും വലിയ വെറുപ്പിക്കൽ ഇപ്പൊ ഇതാണ്. ഏഷ്യാനെറ്റിന്റെ പ്രൊമോയിൽ ഏറ്റവും വലിയ വെറുപ്പിക്കൽ ഇവരുടെ കോംബോ കാണിക്കുന്നതാണ്. അവിടെ ഗെയിം കളിക്കാൻ മതി, ഇവരാരും ഗെയിം കളിച്ചു തുടങ്ങിയിട്ടില്ല. അവിടെ ഒരു രാജാവ്, അവിടെ വരുന്നവരെല്ലാം രാജാക്കന്മാരാണ്. ഞങ്ങളെല്ലാം കളിപിടിച്ചിട്ട് വന്നതാണ്, ഞാനാണ് ഇവിടെ കപ്പെടുക്കുന്നത്. ഒരു സൈഡിൽ ഒരാൾ, നിന്നെ ഞാൻ കപ്പടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡിൽ വേറൊരാള്. ഇതൊക്കെ പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതും ഗെയിമിലേക്ക് വരുന്നുമില്ല. ആ രതീഷാണ് ഇടയ്ക്ക്. രതീഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രതീഷ് അവിടെ കിടന്ന് 4 വായൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും എല്ലാവരും മുമ്പ് ചൊറിഞ്ഞ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കും. ആ രതീഷിന്റെ പുറകിലായി പോയി ഇവരെല്ലാവരും. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് ഇനി മുന്നോട്ടും ഇവരിങ്ങനെ തന്നെയാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 24/7 പോലും ആൾക്കാർ കാണാൻ മടിക്കും. എന്നുവെച്ചാൽ അവിടെ ആരും ഗെയിമില്ല, ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുന്നു, ഫുഡ് കഴിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ, പഴയ പറഞ്ഞ പോലെ തന്നെ കുറെ പേര് അടുക്കള കാര്യങ്ങളാണ്. അടുക്കളയിൽ ഞങ്ങൾ ഇത് ചെയ്തു, കിച്ചണിൽ ഞങ്ങൾ ഇത് ചെയ്തു. അപ്പൊ കിച്ചണിൽ ജോലി ചെയ്യുന്നതും ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതും ഒക്കെയാണ് അവിടെ ഗെയിം അവർ കണ്ടെടുത്തോളം. ഇതൊരു മൈൻഡ് ഗെയിമാണ്. നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാളെ അവരുടെ മൈൻഡ് ഡൗൺ ചെയ്ത് അവരെ പുറത്താക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഫോൾട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗെയിം. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതൊന്നും അല്ല ശ്രമിക്കുന്നതൊന്നും അതല്ല. പിന്നെ പറയാനുള്ള ക്രിക്കറ്റ് കളി. ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു. ഒരു സമയത്ത് ഭയങ്കരമായ കുറച്ച് പേര് കൂടിയിരുന്ന് വട്ടം ചുറ്റിരുന്ന് സംസാരിക്കും. പിന്നെ കുറെ പേര് ക്രിക്കറ്റ് കളിക്കും, തലയണമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തെറിഞ്ഞ് 6ഉം 4ഉം അടിച്ച് കളിക്കുന്നു. എന്താ സുഖമല്ലയോ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയാൽ ഇങ്ങനെയൊക്കെ സുഖം ഉണ്ടാവും വിചാരിച്ചില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ വെറും വേസ്റ്റ് ടാസ്കുകൾ. കഴിഞ്ഞ സീസണുകളിലൊക്കെ നല്ല ടാസ്കുകളാണെങ്കിലും ഉണ്ടായിരുന്നു പറയാം. എന്തെങ്കിലുമൊക്കെ ടാസ്കുകളും കട്ടപറക്കലും അതും ഇതൊക്കെ ആയിട്ട് നല്ല ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നല്ല ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടു ഉറങ്ങിയും കഴിയുന്ന പോലെയാണ്. ടാസ്ക് കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഒരു വിജയമാണോ എന്നൊന്നും നമുക്കിപ്പോൾ ഒരാഴ്ചയായുള്ളൂ, നമുക്കൊന്നും തീരുമാനിക്കാറായിട്ടില്ല. എങ്കിലും ഈ കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഇനി അടുത്ത ആഴ്ച മുതൽ നമുക്ക് അറിയാൻ പറ്റും. ഈ സൺഡേ കഴിഞ്ഞ് മൺഡേ മുതൽ തുടങ്ങുന്ന എപ്പിസോഡുകൾ മുതൽ നമുക്ക് 24/7 കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിനകത്ത് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇനി വരുന്നൊരു വൈൽഡ് കാർഡ് നല്ല ഗെയിം കാഴ്ചവെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വൈൽഡ് കാർഡിന് കപ്പടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പൊ അവിടെയുണ്ട്. എന്നുവെച്ചാൽ ഇവര് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇനി വരുന്ന വൈൽഡ് കാർഡ് വന്നിട്ട് അവർ നല്ലൊരു ഗെയിം പ്ലേ നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വൈൽഡ് കാർഡിന് നല്ല സപ്പോർട്ട് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഇന്ന് റോക്കിയുടെ പെർഫോമൻസ് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. പറയേണ്ടത് കൃത്യമായി പറയേണ്ട ഇടത്ത് തന്നെ പറഞ്ഞു, അത് കൊള്ളേണ്ട ഇടത്ത് തന്നെ കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്തു.